1800കളുടെ തുടക്കത്തിൽ ഗ്രിഗർ മക്ഗ്രെഗർ എന്ന ഒരു സ്കോട്ടിഷുകാരൻ ലണ്ടനിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം സൈനിക വസ്ത്രം ധരിച്ചു, അഭിമാനത്തോടെ സ്വയം പരിചയപ്പെടുത്തി. ഹിസ് ഹൈനസ് ഗ്രിഗർ ഒന്നാമൻ, പോയേസ് എന്ന രാജ്യത്തെ രാജകുമാരൻ. മനോഹരമായ നദികളും കടൽത്തീരങ്ങളും അനന്തമായ സ്വർണ്ണ, വെള്ളി ഖനികളുമുള്ള മധ്യ അമേരിക്കയിലെ പോയേസ് എന്ന മനോഹരമായ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ആളുകൾ അതുകേട്ട് അത്ഭുതപ്പെട്ടു. നിക്ഷേപകർ ഭൂമി വാങ്ങാൻ ആഗ്രഹിച്ചു. ഈ പുതിയ സ്വർഗത്തെക്കുറിച്ച് പത്രങ്ങൾ ആവേശത്തോടെ എഴുതി. ഗ്രിഗർ ഔദ്യോഗികമായി തോന്നിപ്പിക്കുന്ന പാസ്പോർട്ടുകൾ, ഭൂപടങ്ങൾ, സർക്കാർ ബോണ്ടുകൾ, ദേശീയഗാനം പോലും കാണിച്ചു. ബ്രിട്ടനിലെയും ഫ്രാൻസിലെയും നൂറുകണക്കിന് ആളുകൾക്ക് അദ്ദേഹം ഭൂമി വിറ്റു. ഈ മാന്ത്രിക ഭൂമിയിലേക്ക് പോകാൻ ആളുകൾ അദ്ദേഹത്തിന് വലിയ തുകകൾ നൽകി. 1822-ൽ 250 ആളുകളുമായി ആദ്യ സംഘം കപ്പലുകളിൽ കയറി അറ്റ്ലാന്റിക് കടന്ന് പോയേസിലേക്ക് യാത്ര തുടങ്ങി. പക്ഷേ അവർ അവിടെ എത്തിയപ്പോൾ പോയേസ് എന്ന രാജ്യം പോയിട്ട് അങ്ങനെ ഒരു ഗ്രാമം പോലും അവിടെയില്ല. അവർ ഹോണ്ടുറാസിലെ ഒരു വനത്തിലാണ് എത്തിയിരിക്കുന്നത്. അവരിൽ പലരും അവിടെ മരിച്ചു. കുറച്ചുപേർ ലണ്ടനിൽ തിരിച്ചെത്തി. പക്ഷേ മക്ഗ്രെഗർ അപ്പോൾ പണവുമായി അപ്രത്യക്ഷനായി. പിന്നീട് ഫ്രാൻസിലും പോയേസ് ഭൂമി വീണ്ടും വിൽക്കാൻ അദ്ദേഹം ശ്രമിച്ചുവെന്നും ആളുകൾ അദ്ദേഹത്തെ വിശ്വസിച്ചുവെന്നും വാർത്തകൾ വന്നിരുന്നു. ഗ്രിഗർ മക്ഗ്രെഗർ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ തട്ടിപ്പുകളിൽ ഒന്ന് നടത്തുകയും ഒരു വ്യാജ രാജ്യത്തെ സൃഷ്ടിക്കുകയും ലോകത്തെ വിഡ്ഢികളാക്കുകയും ചെയ്തു. ഒന്നല്ല, 2 തവണ. ഇന്നും ചരിത്രകാരന്മാർ അദ്ദേഹത്തെ ചതിയന്മാരുടെ രാജാവ് എന്നാണ് വിളിക്കുന്നു.